നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ എറണാകുളത്തെ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥി പോലീസ് പിടിയിലായി. മുളക്കുളം നോർത്ത് പാറേക്കാട്ടുകുഴി സ്വദേശി എൽജോ ജോയിയെയാണ് ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ കാമുകിയുടെ കൂട്ടുകാരിയായ +1 വിദ്യാർത്ഥിനിയെയാണ് ഇയാൾ പീഡിപ്പിച്ചത്. വസ്ത്രം വാങ്ങിക്കൊടുക്കാമെന്ന് പ്രലോഭിപ്പിച്ച് വൈകത്തെത്തിയ ഇയാൾ പാർക്കിനോട് ചേർന്ന കുറ്റിക്കാട്ടിലേക്ക് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു. വിദ്യാർത്ഥിനി നൽകിയ പരാതിയെ തുടർന്ന് ചേർത്തല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞയാഴ്ചയാണ് ഇയാളെ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തുടർന്ന് ചേർത്തല പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വൈക്കത്തെ പാർക്കിനടുത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി യൂണിയൻ്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാചരണം നടത്തി. ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ PR ദേവദാസ് നഗറിൽ നടന്ന വിശ്വകർമ്മ ദിനാചരണം AKVMS സംസ്ഥാന സെക്രട്ടറി PK തമ്പി ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഇടുക്കി യൂണിയൻ്റെ നേതൃത്വത്തിലാണ് വിശ്വകർമ്മ ദിനാചരണം സംഘടിപ്പിച്ചത്. ചെറുതോണി പോലീസ് സൊസൈറ്റി ഹാളിൽ PR ദേവദാസ് നഗറിൽ സംഘടിപ്പിച്ച വിശ്വകർമ്മ ദിനാചരണത്തിൽ യൂണിയൻ പ്രസിഡന്റ് VM ബിജു പതാക ഉയർത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ VM ബിജു അധ്യക്ഷത വഹിച്ച യോഗം അഖില കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന സെക്രട്ടറി PK തമ്പി ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മ ജയന്തി എന്നുള്ളത് തെറ്റാണ്. അത് അവർക്ക് പറയാം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പറയാം. കാരണം എന്താ, അവര് വിശ്വകർമ്മ ജയന്തി ആചരിക്കാൻ തുടങ്ങിയത് 1988 കാലഘട്ടങ്ങളിൽ ഈ വിശ്വകർമ്മ ജയന്തി ആചരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണെന്ന് അറിയോ? മെയ് 1 ലോക തൊഴിലാളി ദിനമാണല്ലേ. മെയ് 1 ലോക തൊഴിലാളി ദിനമാണ്. ആ മെയ് 1 പോലെ ഒരു തൊഴിലാളി ദിനം കേരളത്തിന് വേണം എന്ന് ചിന്തിച്ച കുറെ ദീർഘവീക്ഷണമുള്ള ചില സാമൂഹ്യ പ്രവർത്തകര്, സോഷ്യൽ വർക്കേഴ്സ് ചിന്തിച്ചു, നമുക്ക് ഒരു തൊഴിൽ ദിനം നമുക്ക് കേരളത്തിന് വേണം. അപ്പോൾ അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞെന്താണെന്നറിയോ? തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദേവന്റെ നാമത്തിൽ. യൂണിയൻ വൈസ് പ്രസിഡന്റ് ബൈജു അഞ്ചൻകുന്നേൽ വിശ്വകർമ്മ സന്ദേശം നൽകി. AKVMS സംസ്ഥാന ബോർഡ് മെമ്പർ രാജൻ കൊടിഞ്ഞിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. വ്യാപാരി വ്യവസായി ചെറുതോണി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുഴിക്കണ്ടം സമ്മാന കൂപ്പണിൻ്റെ നറുക്കെടുപ്പ് നടത്തി. സംസ്ഥാന സമിതി അംഗം മല്ലിക നീലകണ്ഠൻ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. ഓമന വിജയകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ആശംസയറിയിച്ച് യൂണിയൻ സെക്രട്ടറി ബിനോജ് നെയ്ശ്ശേരിൽ, ട്രഷറർ KS അജി, മനോജ് സോമൻ, പ്രശാന്ത് ഞവരക്കാട്ട്, രാധാകൃഷ്ണൻ കൊന്നത്തടി, അജികുമാർ, ഷിബു പാലക്കൽ, വിനോദ് കുമാർ, KV അഭിജിത്ത്, സാബു, സജി KS എന്നിവർ സംസാരിച്ചു. നിരവധി വിശ്വകർമ്മ സഭാ വിശ്വാസികളും പരിപാടിയുടെ ഭാഗമായി. ദൃശ്യ ന്യൂസ് ഇടുക്കി. ഉൾനാടൻ മത്സ്യത്തൊഴിലാളി യൂണിയനും അയർക്കുന്നം വികസന സമിതിയും സംയുക്തമായി ഓണാഘോഷവും 1ാമത് അഖില കേരള ചൂണ്ടയിടിൽ മത്സരവും സംഘടിപ്പിച്ചു. സൗഹൃദ ഭോജന മത്സരവും ഇതോടൊപ്പം നടന്നു. പൊതുസമ്മേളനം ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉൾനാടൻ മത്സ്യത്തൊഴിലാളി യൂണിയനും അയർക്കുന്നം വികസന സമിതിയും സംയുക്തമായി ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ചെത്തിക്കുളം ടൂറിസം പ്രദേശത്ത് വിവിധങ്ങളായ പരിപാടികളോടെയാണ് ഓണാഘോഷം നടത്തിയത്. ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ചൂണ്ടയിടിയിൽ മത്സരം ഏറെ കൗതുകകരമായി. ഒപ്പം സൗഹൃദ ഭോജന മത്സരവും ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. അയർക്കുന്നം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി കൊറ്റത്തിൽ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കൺവീനർ ജസ്റ്റിൻ ജോൺ നടയിൽ അധ്യക്ഷത വഹിച്ചു. നമ്മള് ഉൾനാടൻ മത്സ്യത്തൊഴിലാളി യൂണിയനും അതോടൊപ്പം തന്നെ അയർക്കുന്ന വികസന സമിതിയും കൂടി സംയുക്തമായി നടത്തുന്ന ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ ആരംഭിക്കുന്നത്. നമുക്ക് 2 ഘട്ടമായിട്ടാണ് ഈ മത്സരം നമ്മൾ നടത്തുന്നത്. രാവിലെ 10 മണിയോടുകൂടി ഭോജന മത്സരം, സൗഹൃദ ഭോജന മത്സരവും, പിന്നീട് ഇവിടെ മഹിളകളുടെ വിവിധങ്ങളായ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തർക്കും സമയം നോക്കാതെ തന്നെ അവരുടെ കഴിവുകൾ, കലാപരമായ കഴിവുകൾ അവിടെ പ്രദർശിപ്പിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള അവസരം ഉണ്ട്. ഇവിടെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളി യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് ജയദാസ് നന്ദ്യാട്ടുതുണ്ടത്തിൽ, അഡ്വക്കേറ്റ് KS മുരളീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം തീറ്റ മത്സരവും നടന്നു. കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി.
ഉച്ചയ്ക്ക് ശേഷം ഒന്നാമത് അഖില കേരള ചൂണ്ടയിടൽ മത്സരവും നടന്നു. അയർക്കുന്നം സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ പുന്നൻകുര്യൻ സൈക്ലിംഗ് ഫ്ലാഗ് ഓഫ് ചെയ്തു. വൈകിട്ട് നടന്ന പൊതുസമ്മേളനം ചാണ്ടി ഉമ്മൻ MLA ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കരോക്കെ ഗാനമേളയും നടന്നു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചങ്ങനാശ്ശേരി തെങ്ങണ തത്വമസി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓണാഘോഷവും കുടുംബസംഗമവും പ്രവർത്തകരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒത്തുചേരലായി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തത്വമസി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണാഘോഷത്തിനും കുടുംബസംഗമത്തിനും വേദിയായത്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഓണാഘോഷവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി ഗിരീഷ് കോനാട്ട് അധ്യക്ഷനായിരുന്നു. തൃക്കുടുത്താനം പോലീസ് SHO MJ അരുൺ മുഖ്യാതിഥിയായിരുന്നു. ട്രസ്റ്റിന്റെ ഭവന നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ബോബൻ, TD രമേശൻ, KN രാധാകൃഷ്ണൻ എന്നിവരെ SNDP യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ രവീന്ദ്രൻ എഴുമറ്റൂർ ആദരിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി MD ശാലി, ട്രഷറർ KK സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് യോഗ ദേശീയ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഭാഗ്യലക്ഷ്മിയുടെ യോഗ പ്രദർശനം ഉണ്ടായിരുന്നു. കലാപരിപാടികൾ, ഓണക്കളികൾ എന്നിവയോടെ പരിപാടി അവസാനിച്ചു. വാഴൂർ ചലി അതിവിദഗ്ധമായി വിവിധരുണ്ടായി കഴിച്ചു തീരുന്നത് ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ഭൂപതിവ് നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് 101 സ്വതന്ത്ര കർഷക സംഘടനകളുടെ കർഷക മഹാപഞ്ചായത്ത് നേതാക്കൾ തൊടുപുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പുതിയ വ്യവസ്ഥയിൽ വീട് നിർമ്മാണം പോലും തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഭൂമി ഈടുവെച്ചാൽ ബാങ്ക് ലോൺ കിട്ടാത്ത സാഹചര്യമാണ്. സർക്കാരിന് പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമ ഭേദഗതി നടപ്പാക്കുന്നത്. അതീവ ഗുരുതരമായ വീഴ്ചയാണ് ഭൂപതിവ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് സംഭവിച്ചിട്ടുള്ളതെന്നും നിയമ ഭേദഗതിയിൽ നിന്നും പിന്മാറി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കളായ KV ബിജു, റസാഖ് ചൂരവേലിൽ, അഡ്വക്കേറ്റ് ബിനോയ് തോമസ് എന്നിവർ പറഞ്ഞു. സമരത്തെ പിന്തുണച്ച ഒരു സർക്കാരിനെതിരെ ഞങ്ങൾക്ക് പത്രസമ്മേളനം നടത്തേണ്ടതും അതുപോലെ തന്നെ ആ പാർട്ടിയെ ഞങ്ങൾക്ക് വിമർശിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ വളരെ ദുഃഖമുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടുന്ന കാര്യം, അന്ന് ഇവരുന്നയിച്ച ആ സർക്കാർ ഉന്നയിച്ച ആ കാര്യങ്ങൾ, അതായത് സർക്കാർ ഏകാധിപതികളെ പോലെ പെരുമാറുന്നു, തീവ്രവാദ ആരോപണം ഞങ്ങൾക്കെതിരെ കൊണ്ടുവരുന്നു. അന്ന് ഞങ്ങൾ കേന്ദ്ര നിയമത്തിനെതിരെ പറഞ്ഞ സമയത്ത് ഞങ്ങൾ കാര്യസമാധികളാണെന്ന് പറഞ്ഞു. ഇന്ന് ഇവരെന്ത് വിമർശനങ്ങളാണോ മുമ്പ് കേന്ദ്രത്തിനെതിരെ പറഞ്ഞത് അതേ കാര്യങ്ങൾ കർഷക പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, ഭൂമിയുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന
എല്ലാ ആളുകൾക്കും എതിരായിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് സർക്കാരോ പാർട്ടിയോ രംഗത്ത് വരുന്നു. ഇവർക്കെതിരെ ആര് സമരം ചെയ്താലും സമരം ചെയ്യുന്നവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് റസാഖ് ചൂരവേലിക്കെതിരെ ഉണ്ടായ ഇടതുപക്ഷത്തിന്റെ LDFന്റെ കമ്മിറ്റിയുടെ പേരിൽ ഇറക്കപ്പെട്ട പ്രസ്താവനയും ബാക്കി കാര്യങ്ങളും. അതിൽ ഞങ്ങളെ ഏറെ വേദനിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് തെരുവിൽ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ വർഷങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരും തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളിലേക്ക് തീവ്രവാദ ബന്ധമുണ്ട്, അങ്ങനെയുള്ള സംഘടനകളാണ് സഹായിക്കുന്നത്. ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായിട്ട് വരുന്ന ഒരു സർക്കാർ പ്രോഗ്രാമിൽ വന്ദേ ഭാരതം എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഇദ്ദേഹത്തെ 20 വർഷം മുമ്പ് പരിചയപ്പെടുന്നത്. അതിനുശേഷം പല കാര്യങ്ങൾക്കുമായിട്ട് ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ ഈ കേരളത്തിലെ 111 ചെറിയ കർഷക സംഘടനകളോട് സാമൂഹ്യ സംഘടനകൾ എല്ലാവരും ചേർന്നിട്ട് കർഷക പ്രശ്നങ്ങൾ കഴിഞ്ഞ 3 വർഷമായിട്ട് നിരന്തരമായിട്ട് എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഗൂഗിൾ മീറ്റ് നടത്തിയിട്ട് അല്ലെങ്കിൽ വീഡിയോ കോൾ മീറ്റിംഗ് നടത്തിയിട്ട് കർഷക പ്രശ്നങ്ങൾ പഠിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തും ശക്തിയും എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഇന്ത്യൻ ഭരണഘടനയില് പ്രധാനമന്ത്രിയെ പോലെ തന്നെ അല്ലെ തൊട്ടടുത്ത സ്ഥാനത്ത് മറ്റു മന്ത്രിമാർക്കെല്ലാം നമ്മൾ സ്ഥാനം കൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനാണ്. ഒരു ഗവൺമെന്റ് നന്നായി മുമ്പോട്ട് പോകണമെങ്കിൽ അതോടൊപ്പം തന്നെ ശക്തമായ പ്രതിപക്ഷം നമ്മുടെ രാജ്യത്തുണ്ടാവണം, സംസ്ഥാന നിയമസഭകളിൽ ഉണ്ടാവണമെന്നാണ് അന്ന് ഭരണഘടനാ വിദഗ്ധർ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ചെലവിൽ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകളുടെ ചെലവിൽ ക്യാബിനറ്റ് റാങ്ക് നൽകിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിന് സ്റ്റാഫിനെയും ഓഫീസും കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കുന്നത്. അവിടെ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഗവൺമെന്റിന്റെ ഏത് തരത്തിലുള്ള നിയമപരമായ നടപടികളെയും പ്രവർത്തനങ്ങളെയും വിമർശിക്കുവാൻ ഓരോ ഇന്ത്യൻ പൗരനും അത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷം മുമ്പ് വരെ നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായും ഇത് നടപ്പാക്കപ്പെട്ടിരുന്നു. AKG ആയിരുന്നു ആദ്യത്തെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. ഇവിടെ നമുക്കിപ്പോ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യ രാജ്യത്ത് നമുക്ക് പ്രതിപക്ഷ ശബ്ദം ഉയർത്താൻ കഴിയുന്നില്ല. ഗവൺമെന്റിന്റെ പോളിസികളോട് പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല. ഗവൺമെന്റുകൾ കൊണ്ടുവരുന്ന ബില്ലുകൾ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യം. എല്ലാവരും ചേർന്ന ഒരാൾക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെയോ ദുരൂഹത ഈ കാര്യത്തിലുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിപ്പോ പ്രാഥമികമായിട്ട് ചെയ്തിരിക്കുന്നത് ഈ ഭീകരവാദ ബന്ധം എന്ന ആരോപണം ഉള്ളത് കൊണ്ട് ഞങ്ങൾ തന്നെ NIAക്ക് ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവണം, ആ കാര്യത്തിലൊരു വ്യക്തത വരുത്തണം. എനിക്ക് ഇതുവഴി പ്രസ്താവന വഴി ഒട്ടേറെ എനിക്കും എന്റെ കുടുംബത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വസ്തുതയുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ പറഞ്ഞുകൊണ്ട് NIAക്ക് നമ്മൾ വ്യക്തമായ പരാതി നൽകി കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ സാമ്പത്തിക കുറ്റകൃത്യം എനിക്കെതിരെ മാത്രമല്ല ഈ പറയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ 1000 ഇരട്ടി തെളിവ് സഹിതമുള്ള ഒട്ടേറെ ആരോപണം ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 2 കൂട്ടരെ കുറിച്ചും എന്റെ കള്ളപ്പണത്തെ കുറിച്ചും കഴിഞ്ഞ കാലങ്ങളിൽ ഉടുതുണിക്ക് മറുഗതിയില്ലാതെ വന്ന പാരമ്പര്യമുള്ള, ഞാനൊന്നും അങ്ങനെയല്ല വന്നേക്കണേ, ഞങ്ങൾക്ക് ഒത്തിരി പാരമ്പര്യം വേറെ പറയാനുണ്ട്, ഞാനത് ഇവിടെ വെച്ച് പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഇല്ലാത്ത ഒട്ടേറെ നേതാക്കൾ വലിയ 300 കോടി രൂപയൊക്കെ സമ്പാദിച്ച ചരിത്രങ്ങൾ ഇടുക്കിയിലുണ്ട്. ആരാണ് ഈ ഭൂമി കൊള്ളയും ഈ ഭൂമി നിയമം കൊണ്ട് കോടികൾ കൊള്ളയടിക്കുന്നത് എന്ന് അന്വേഷിക്കണമെന്ന് EDയോട് നമ്മൾ അടുത്ത പരാതിയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സെൻട്രൽ ഇന്റലിജൻസിനും ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ജീവൻ സംരക്ഷിക്കണമെന്ന DGPക്കുള്ള പരാതിയുമാണ് നമ്മളിപ്പോ പ്രഥമഘട്ടത്തിൽ. ഭൂപതിവ് നിയമഭേദഗതി ചട്ടരൂപീകരണം യാഥാർത്ഥ്യമാക്കിയ LDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് സംയുക്ത കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മരിയാപുരത്ത് അഭിവാദ്യ സമ്മേളനം നടത്തി. സമ്മേളനം NCPS സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ കൂവപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു. ഭൂപതിവ് ചട്ട ഭേദഗതി ചെയ്ത LDF സർക്കാരിന് അഭിവാദ്യം അറിയിച്ചാണ് മരിയാപുരം പഞ്ചായത്തിലെ സംയുക്ത കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ അഭിവാദ്യ സമ്മേളനം നടത്തിയത്. മരിയാപുരം ടൗണിൽ നടന്ന പരിപാടിയിൽ EM സുഭാഷ് അധ്യക്ഷത വഹിച്ച യോഗം NCPS സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ കൂവപ്ലാക്കൽ ഉദ്ഘാടനം ചെയ്തു.
2023 സെപ്റ്റംബർ മാസം 24-ാം തീയതി കേരള നിയമസഭയിൽ ഒരു സന്തോഷ വാർത്ത ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. അത് കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റുകൾ, പ്രത്യേകിച്ചും 60 കോൺഗ്രസിന്റെ മേധാവ് ആർ ശങ്കറും അതുപോലെ 93 ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടുവന്ന വനം കുടിയേറ്റ ക്രമീകരിക്കൽ എന്ന ഓമന പേരിട്ടുകൊണ്ടുന്ന ആ നിയമം പിന്നീട് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ കൊണ്ടുവന്ന നിയമങ്ങൾ, ചട്ടങ്ങൾ, ആ 60-ലെ നിയമമനുസരിച്ച് മലയോര കാർഷിക മേഖലയിൽ നമ്മൾ താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം കൊടുത്തിരുന്നു. സുനിൽകുമാർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. സമ്മേളന സദസ്സിന് അഭിവാദ്യം അർപ്പിച്ച കർഷക സംഘം നേതാക്കളായ ആലീസ് വർഗീസ്, ഡിറ്റാച്ച് ജോസഫ്, റോബിൻസ് ജോസഫ്, അഡ്വക്കേറ്റ് ഡെൽവിൻ അഗസ്റ്റിൻ, ബിജോ KT, ജോയ് വള്ളിയാന്തടം എന്നിവർ സംസാരിച്ചു. ദൃശ്യ ന്യൂസ്, ഇടുക്കി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.